കാഴ്ചപ്പൂരത്തിനായുള്ള കഞ്ഞിക്കുഴിക്കാരുടെ കാത്തിരിപ്പിന് വിരാമമാകുന്നു. എങ്ങനെയുണ്ട്? സൂപ്പർ, വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാവർക്കും നല്ല കണ്ണിന് നല്ല കുളിർമയേകുന്ന കാഴ്ചയാണ്. കൊള്ളാം, നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല നല്ല ഭംഗിയുണ്ട്. ഒരു അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെയാണ്. കാണാൻ മനസ്സിന് നല്ല കുളിർമ പകരുന്ന ഒരു അനുഭവം തന്നെയാണ്. വളരെ മനോഹരമായിരിക്കുന്നു. ഫെന്റാസ്റ്റിക്, അടിപൊളി. കഞ്ഞിക്കുഴിയിലെ സൂര്യകാന്തികൾ മിഴി തുറന്നിരിക്കുന്നു. 2.5 ഏക്കർ പാടശേഖരത്ത് 10,000-ലേറെ സൂര്യകാന്തി ചെടികളാണ് ഇപ്പോൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. അപൂർവമായ ദൃശ്യവിരുന്നാണ്, വിസ്മയ കാഴ്ചയാണ്. ഈ കാഴ്ചപ്പൂരത്തിനായി കഞ്ഞിക്കുഴിക്കാർ കാത്തിരിക്കുകയായിരുന്നു. ഈ കാഴ്ച കാണാൻ സംസ്ഥാനത്തിന് അകത്തുനിന്നും പുറത്തുനിന്നുമായി നൂറുകണക്കിന് ആളുകളാണ് ഈ കഞ്ഞിക്കുഴിയിലെ ഈ സൂര്യകാന്തി പാടശേഖരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഞ്ഞിക്കുഴിയിലെ യുവകർഷകനായ സുജിത്താണ് ഈ സൂര്യകാന്തി കൃഷി നടത്തുന്നത്. അപൂർവമായ വേറിട്ട കൃഷിയിലൂടെ ശ്രദ്ധേയനായ കർഷകനാണ്, യുവകർഷകനാണ് സുജിത്ത് നമ്മോടൊപ്പം ചേരുന്നു. ഇത് ആദ്യം ആശംസകൾ. അപൂർവമായ കാഴ്ചകൾ മലയാളിക്ക്, പ്രത്യേകിച്ച് കഞ്ഞിക്കുഴിക്കാർക്ക്, കരപ്പുറത്തുകാർക്ക് സമ്മാനിച്ച ഈ ഒരു ദൃശ്യവിരുന്നാണ്. എങ്ങനെയുണ്ട് അനുഭവം? ഇപ്പം നമ്മൾ പ്രവേശനം തുടങ്ങിയിട്ട് ഒരു 3 ദിവസമേ ഉള്ളൂ. ഒരു നല്ലൊരു റിസൾട്ടാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് തന്നെ ഇടുക്കിന്ന് വരെ ആൾ വന്നു, അതുപോലെ കൊല്ലം, അങ്ങനെ ദൂര സ്ഥലത്തുനിന്ന് വരെ ആൾ വന്നിട്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഏകദേശം ഒരു 1000-800 മേല് ആൾക്കാർ ഇവിടെ നിന്ന് വന്നിട്ടുണ്ടെന്ന് തന്നെ നമ്മൾ കണക്കൂട്ടേണ്ടി. ഇപ്പോൾ അടുത്ത ദിവസങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളൊക്കെ വലിയൊരു തിരക്കിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പരമാവധി ഇപ്പോൾ വരാനുള്ളവർ, എനിക്ക് പറയാനുള്ളത്, പരമാവധി ഞായറാഴ്ച മാത്രമായിട്ട് വരാതിരിക്കരുത്. അപ്പോൾ ഇട ദിവസങ്ങളിൽ കൂടെയൊക്കെ ഒക്കണ സമയത്ത്, അതായത് രാവിലെയും വൈകുന്നേരം ഒക്കെ ആയിട്ട് വന്ന്, ഇപ്പോൾ കൊറോണയൊക്കെ ഉണ്ട്, അപ്പോൾ പല സമയത്തായിട്ടൊക്കെ വന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഈ ഒരു പ്രോഗ്രാം നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകാനൊക്കെ നമുക്ക് സാധിക്കും. 2.5 ഏക്കറാണ്, 10,000-ഓളം ചെടികളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. എല്ലാം മിഴി തുറന്നു എന്ന് പറയാൻ കഴിയുമോ? ഇനിയും ഇത് പൂവണിയാനുണ്ടോ? ഇപ്പോൾ ഒരു 90% തന്നെ പൂ വിടണമെന്ന് തന്നെ പറയാം. ഇപ്പോൾ ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്നു ആരും കരുതരുത്. കാരണം ഇപ്പോൾ ഒരു 10 ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഫ്ലവറിങ് നന്നായിട്ട് ആകുകയും ഇത് അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് തന്നെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു കാഴ്ച സമ്മാനിക്കാൻ പറ്റും എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. എവിടെ നിന്നാണ് സുജിത്തിന് ഇങ്ങനെ ഒരു ആശയം ഉദിച്ചത്? ഇതിപ്പം വ്യത്യസ്തമായ കൃഷികൾ നമ്മൾ കഞ്ഞിക്കുഴിയിൽ നടപ്പാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉള്ളി ചെയ്തു, അപ്പോൾ ഇത് സൂര്യകാന്തി. ഇപ്പോൾ ഈ കൃഷിയൊക്കെ ചെയ്ത് ഇപ്പോൾ പണ്ടൊക്കെ കുറച്ച് പേരൊക്കെ പലരും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തരം വ്യവസായ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ ഒരുപാട് റിസ്ക് ഉണ്ട്. അപ്പോൾ നമുക്കിത് ലാഭകരമായിട്ട് നടത്തിക്കൊണ്ട് പോകണം. അപ്പോൾ ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആൾക്കാർ ഒരുപാട് പേര് ഇതിനകത്ത് ഏറ്റെടുത്ത് വരികയും ചെറിയൊരു പാസ് വെച്ചുകൊണ്ട് എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൃഷി രീതി നമ്മൾ കേരളത്തിലെമ്പാടും വ്യാപിപ്പിക്കാനാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ചലഞ്ചിലൂടെ ഇപ്പോൾ ഇവിടെ ഒരുപാട് പേരെ കൊണ്ടുവരികയും ഇപ്പോൾ 100-200 ചോട് ചെടിയെങ്കിലും ഒരു വീട്ടിൽ നട്ട് കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും. അതിൻ്റെ ഓയില്, എൻ്റെ ഫ്ലവറിങ് കഴിഞ്ഞുള്ള ഓയിൽ ആട്ടി അവർക്കുള്ള എണ്ണ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ കേരളത്തിലെ വലിയൊരു മാറ്റം ആവുന്ന രീതിയിൽ നമുക്ക് തർക്കമില്ല. സൺഫ്ലവർ ഓയിലാണ് ഉദ്ദേശിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ എല്ലാ ഫ്ലവറിങ് എല്ലാം കഴിഞ്ഞിട്ട് ഉണങ്ങിയ ശേഷം നമ്മൾ മില്ലിൽ കൊണ്ട് ആട്ടാനുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് പരീക്ഷണാടിസ്ഥാനത്തിലാണോ വ്യാവസായിക അടിസ്ഥാനത്തിലാണോ? ഇതിപ്പോൾ നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ പാലക്കാട് ഒരു മില്ലിലാണ് നമ്മൾ ആട്ടാൻ നമ്മൾ നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ അവിടെ തന്നെ ഇവിടെയൊക്കെ ബന്ധപ്പെട്ട് വന്നപ്പോൾ നമുക്ക് ഇവിടെ കഞ്ഞിക്കുഴി തന്നെ ഒരു മില്ലിൽ ആട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സാധാ മില്ലൊന്നും ആട്ടിയാൽ ഇപ്പോൾ എള്ളാട്ടണ ഒരു മില്ല് ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ അവർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എല്ലാവർക്കും ഇത് പ്രൊഡക്ഷൻ ചെയ്യുകയും ഒരു ഇച്ചിരി മറ്റേനേക്കാളൊക്കെ പുറത്തുനിന്ന് തന്നെ സൂര്യകാന്തി എണ്ണേനേക്കാൾ ഇച്ചിരി വില കൂടുതലായി പോലും ഇപ്പോൾ ആൾക്കാരൊക്കെ ഒരുപാട് മോശം എണ്ണകളൊക്കെയാണ് മേടിച്ച് ഉപയോഗിക്കുന്നത്. ഏറ്റവും ക്വാളിറ്റിയുള്ള എണ്ണ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യപരമായ കാര്യത്തിൽ നമുക്ക് ഒരുപാട് മുന്നിലെത്താനും സാധിക്കും. പക്ഷേ 10,000-കണക്കിന് രൂപ ചെലവഴിച്ചായിരിക്കും കൃഷി ഈ നിലയിൽ എത്തിച്ചത്. ഇതിൽ നിന്നുള്ള എണ്ണ ഉൽപ്പാദിപ്പിച്ചിട്ട് അത് ലാഭം കണ്ടെത്താൻ ഒരുപക്ഷെ വിഷമമായിരിക്കും. അത് പരിഹരിക്കാൻ വേണ്ടിയാണോ പാസ് വെച്ചിരിക്കുന്നത്? അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സൂര്യകാന്തി മാത്രം ചെയ്ത് ഒരു കാരണവശാലും നമുക്ക് ലാഭത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഒരുപാട് തരത്തിലുള്ള ചെടികളൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ ചെടികളൊക്കെ മാറ്റിയിട്ട് നമ്മൾ സൂര്യകാന്തി കൃഷിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ മനസ്സിലാക്കിയ കാര്യം സൂര്യകാന്തി പോലെ ഒരു ഗ്ലാമർ ആയിട്ടുള്ള നിൽക്കുന്ന ഒരു പുഷ്പം വേറെ ഇല്ലെന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സൗന്ദര്യവും പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഇതിപ്പോൾ മറ്റുള്ള ചെടികളുടെ വളപ്രയോഗത്തിലൂടെ നമുക്ക്, അതായത് പച്ചക്കറി കിട്ടുന്ന പ്രയോഗത്തിലൂടെ നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും. കീടങ്ങളുടെ ആക്രമണവും ഇല്ല. അപ്പോൾ ഇത് തന്നെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ആട്ടി ഓയിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ ചലഞ്ചാക്കി മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് പല മെത്തഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇടവിളായിട്ട് ചീര ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ വെള്ളരി ചെയ്തിട്ടുണ്ട്, സന്ദർശകരെ വെച്ചിട്ട് ചെറിയൊരു വരുമാനം ഉദ്ദേശിക്കുന്നുണ്ട്, ഇത് ഓയിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 3-4 പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോഴേ നമുക്ക് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മൾ കണക്കൂട്ടുന്നത്.
ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, നിരവധിയായ കഞ്ഞിക്കുഴിക്കാർക്ക്, പ്രത്യേകിച്ച് കരപ്പുറത്തുകാർക്ക് കാത്തിരിപ്പാണ്. 45 ദിവസം കഴിഞ്ഞാണ് ഇത് പൂവണിയുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. 2 ആഴ്ച കാലമായുള്ള കഞ്ഞിക്കുഴിക്കാരുടെ കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. ഇനിയും 2-3 ദിവസങ്ങളിൽ മുഴുവൻ ചെടിയും പൂവണിയുമെന്നാണ് കരുതുന്നത്. അപൂർവമായ വിസ്മയമായ ഒരു കാഴ്ച പൂരം തന്നെ എന്ന് പറയേണ്ടി വരും. കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള, ഒരുപക്ഷെ കേരളത്തിൽ ഇതേപോലെയുള്ള ഒരു കാഴ്ച അപൂർവമായിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിലുള്ളവർക്ക് ഈ കഞ്ഞിക്കുഴി ഈ പാടശേഖരത്തേക്ക് എത്തിപ്പെടാനുള്ള മാർഗം ഏതാണ്? ഇപ്പോൾ കൂടുതലും പേര് വന്നവരെപ്പോഴും ഹൈവേ വഴി തന്നെ തന്നെയാണ് നല്ലത്. ഇപ്പോൾ ഹൈവേ വഴി വരുന്നവരാണെങ്കിൽ കഞ്ഞിക്കുഴി ജംഗ്ഷനിൽ നിന്ന്, കഞ്ഞിക്കുഴി സിഗ്നലിൽ നിന്ന് മുഹമ്മ റൂട്ട് മനസ്വർഗ്ഗം എന്ന ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 1 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കുമാരപുരം എന്നുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം. ഇപ്പോൾ എന്ന് വെച്ചാൽ കൊച്ചു കുട്ടികളോട് ചോദിച്ചാൽ സൂര്യകാന്തി പാടം ഏതാണെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് ആൾക്കാരിലേക്ക് ഈ ഒരു വിഷയം ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ, ഈ പത്രമാധ്യമങ്ങളിലൊക്കെ ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും 10,000-കണക്കിന് സൂര്യകാന്തി പൂവുകളാണ് ഇവിടെ മിഴി തുറന്നിരിക്കുന്നത്. 2-3 ദിവസം കഴിയുമ്പോൾ ഇനിയും സൂര്യകാന്തി പൂവുകൾ മിഴി തുറക്കാനുണ്ട്. നമുക്കറിയാം, കഞ്ഞിക്കുഴി കുമാരപുരം എന്ന സ്ഥലത്താണ് ഈ 2.5 ഏക്കർ പാടശേഖരമുള്ളത്. അപൂർവമായ വിസ്മയ കാഴ്ചയാണ് ഈ ദൃശ്യവിരുന്ന് കാണാൻ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള 100 കണക്കിന് ആളുകൾ ഇങ്ങോട്ട് എത്തിച്ചേരുകയാണ്. 10 രൂപയാണ് പാസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, സൂര്യകാന്തി എന്ന ചെടി തന്നെ സൂര്യനെ അഭിമുഖമായി രാവിലെ കിഴക്കോട്ടും ഉച്ചയ്ക്ക് മുകളിലോട്ടും വൈകുന്നേരം പടിഞ്ഞാറോട്ടും മിഴി തുറന്നു നിൽക്കുന്ന സൂര്യകാന്തി പൂവുകൾ മലയാളിക്ക് അപൂർവമായ ഒരു കാഴ്ച തന്നെയാണ്. അതും 1000-കണക്കിന് സൂര്യകാന്തി പൂവുകൾ ഒരേ സമയം മിഴി തുറന്നാൽ അത് വിവരണാതീതമായ വിസ്മയകരമായ ഒരു കാഴ്ച തന്നെയാണ്. ആസ്വദിക്കണം മലയാളികൾ എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് ഇവിടെ നിരവധിയായ ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ കൂടി തേടേണ്ടത്. കാഴ്ചപ്പൂരത്തിൻ്റെ വിസ്മയകരമായ ഒരു അനുഭവം അവർ നമ്മോട് പങ്കുവയ്ക്കും. എങ്ങനെയുണ്ട് സൂര്യകാന്തി പാടം? അപൂർവമായ കാഴ്ചയാണെന്ന് പറയാമോ? തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഒരു മലയാളിയെ സംബന്ധിച്ച്, അവനെ സംബന്ധിച്ച് ഏറ്റവും ഒരു അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെയാണ്. കാര്യം നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു കാഴ്ച കാണാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പം ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. പലരുടെ സ്റ്റാറ്റസ് കണ്ടിട്ടാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു, മലയാളിക്ക് അന്യമായ കാഴ്ച. തീർച്ചയായിട്ടും മലയാളിയെ സംബന്ധിച്ച് അഭിമാനകരമാണ്. പ്രത്യേകിച്ച് കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ കാർഷിക തലസ്ഥാനമെന്ന് തന്നെ കഞ്ഞിക്കുഴിയെ പറയാം. എങ്ങനെയുണ്ട് സൂര്യകാന്തി പാടം? അപൂർവമായ കാഴ്ചയാണ്, വിസ്മയകരമായ ദൃശ്യ വിരുന്നെന്ന് മനസ്സിലാക്കുന്നു. അനുഭവം കൊള്ളാം, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഇതാണ് ഇവിടെ വന്നപ്പോൾ തന്നെ. പക്ഷേ ഇത്ര ആൾക്കാരെ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ കുറച്ച് ദൂരമേ ഉള്ളൂ, 2-3 കിലോമീറ്റർ അപ്പുറം. എങ്ങനെയുണ്ട്? നല്ല അനുഭവമായിരുന്നു. മലയാളിക്ക് അന്യമായ കാഴ്ചയാണ്. എങ്ങനെയുണ്ട് അനുഭവം? ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുന്നത്. ഞാൻ തിരുവല്ലയിൽ നിന്ന് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അളിയൻ്റെ വീട് ഇവിടെ തൊട്ടടുത്തായതുകൊണ്ട് ഇങ്ങനെ ഒരു പാടം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ടൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാവർക്കും നല്ല കണ്ണിന് നല്ല കുളിർമയേകുന്ന കാഴ്ചയാണ്. പിന്നെ നമുക്കിങ്ങനെ ഒരു കാര്യം ഇവിടെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കഞ്ഞിക്കുഴി ഇത്ര നല്ലൊരു കൃഷി ഇങ്ങനെ ചെയ്ത് കാണുന്നത്. നല്ല വിജയകരമായി പൂർത്തിയാകട്ടെ. അതുപോലെ പാസിലൂടെ തന്നെ പുള്ളിക്കൊരു ചെറിയൊരു വരുമാനവും കിട്ടും. അതിൽ വലിയ സന്തോഷമുണ്ട്. അതെ, വളരെ നല്ലൊരു അനുഭവമാണ്. അത് കാണാൻ മനസ്സിന് നല്ല കുളിർമ പകരുന്ന ഒരു അനുഭവം തന്നെയാണ്. ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. ഫെന്റാസ്റ്റിക്, അടിപൊളി. അത് തന്നെ പറയാനുള്ളത്. ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ്. മോൻ പൂവൊക്കെ കണ്ടോ? എങ്ങനെയുണ്ട്? സൂപ്പർ. കണ്ടോ? ഇതുവരെ കണ്ടിട്ടുണ്ടോ ഇതുപോലെ? ഇല്ല. എങ്ങനെയുണ്ട് സൂര്യകാന്തി പാടം? വളരെ മനോഹരമായിരിക്കുന്നു. ഈ പ്രദേശം ഇത്ര നല്ല ഭംഗിയുള്ള പൂക്കളെ കൊണ്ട് നിറഞ്ഞതിൽ സന്തോഷമുണ്ട് കാണാനായിട്ട്. നമുക്ക് എപ്പോഴും ഈ വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ളൊരു നയനമനോഹരമായ കാഴ്ച കാണുമ്പോൾ കണ്ണിനും മനസ്സിനൊക്കെ ഒത്തിരി കുളിർമയേകുന്നൊരു കാഴ്ചയാണ്. സൂര്യകാന്തി പൂവുകളുടെ നയനാനന്ദകരമായ കാഴ്ച, കണ്ണിനും മനസ്സിനും കുളിർമയാകുന്ന വിസ്മയ കാഴ്ച കാണാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് 100 കണക്കിന് ആളുകളാണ്, സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 100 കണക്കിന് ആളുകളാണ് ഈ കഞ്ഞിക്കുഴിയിലെ ഈ സൂര്യകാന്തി പാടശേഖരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപൂർവമായ വിസ്മയകരമായ കാഴ്ച. ഇത് ജീവിതത്തിലെ അപൂർവമായ ഒരു അനുഭവം തന്നെയെന്ന് പറയേണ്ടി വരും. ന്യൂസ് ടൈം, ബിൻ മീഡിയ, ചേർത്തല.